അപ്പോൾ ഇന്ന് നമ്മൾ വൈഷ്ണവ അപരാധത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൻ്റെ അതിലൊക്കെ നമ്മൾ ചെറുങ്ങനെ മനസ്സിലാക്കിയിരുന്നു അല്ലേ? വൈഷ്ണവ അപരാധങ്ങൾ നമ്മളെ ഭക്തിയിൽ നമുക്ക് വരുന്നതിന് അത് തടസ്സമായിട്ട് നിൽക്കും അല്ലെ? നമ്മളങ്ങനെ ഉയർന്ന ഭക്തന്മാരെയും വൈഷ്ണവരെയൊക്കെ ഒരിക്കലും നിന്ദിക്കരുത് അല്ലെ? നമ്മുടെ ഭക്തിയെ നശിപ്പിക്കുന്നതാണ്. അപ്പം അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ആരാധികാന കൃഷ്ണായ കൃഷ്ണ ഭക്തായ നമഃ. പ്രഭുപാദ് കി ജയ്. അധ്യായം 6 ഔപചാരികമായ വൈഷ്ണവ സത്സംഗം. ഭക്തി വിനോദ ഠാക്കൂറിന്റെ ശുദ്ധഭക്ത എന്നതിലുള്ള ഒരു ശ്ലോകമാണ്. ശുദ്ധഭക്ത ചരണരേണു ഭജന അനുകൂല ഭക്തസേവ പരമസിദ്ധി പ്രേമ ലതികാരമൂല. അതിന്റെ വിവർത്തനം: ശുദ്ധഭക്തരുടെ പാദപത്മത്തിൽ നിന്നുള്ള പൊടി ഭക്തിയുത സേവനത്തിന് കാരണമാകുന്നു. കൂടാതെ വൈഷ്ണവ സേവ തന്നെ പരമമായ പരിപൂർണതയും ഭക്തിലതയുടെ വേരുമാണ്. അപ്പോൾ ശുദ്ധഭക്തന്മാരുടെ പാദപത്മം അല്ലെ, പാദധൂളി, അതെന്താണ്? നമുക്ക് കാരുണ്യം ലഭിക്കുന്നത്, നമുക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനായിട്ട് കാരണമാകുന്നു. അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നല്ലേ. എന്താണ് അപ്പൊ സംഭവിക്കുന്നത്? അനേകം ഭക്തന്മാര് ആ ഭഗവാനെ കാണാനായിട്ട് വരുന്നല്ലേ, അവരൊക്കെ ആ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പൊ അവരുടെയൊക്കെ പാദങ്ങളിലുള്ള ധൂളി അല്ലെ, അത് നമ്മുടെ ശിരസിലും ശരീരത്തിലൊക്കെ ആവുന്നല്ലേ. നമുക്ക് അങ്ങനെ നമുക്ക് കാരുണ്യം ലഭിക്കും. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, അവിടെ എല്ലായിടത്തും എന്താണ് ആ വ്രജരജ് എന്ന് പറയും, എന്ത് തന്നെ ആയാലും അവിടെ ഭഗവാന്റെ പാദങ്ങള് പതിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതെടുത്തിട്ട് ഭക്തന്മാര് കഴിക്കുന്നു, അതെടുത്തിട്ട് ശിരസിലണിയുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള വൃന്ദാവനത്തിലെ ആ മണ്ണല്ലേ. അപ്പോൾ ഇവിടെ ഭക്തന്മാരുടെ ആ പാദധൂളിയെ കുറിച്ച് പറയുന്നല്ലേ, നമ്മൾ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഭഗവാനെ ഒരിക്കല് തലവേദന ഉണ്ടായി അല്ലെ, തലവേദന ഉണ്ടായപ്പോൾ പറഞ്ഞു ഭക്തന്മാരുടെ പാദധൂളി എനിക്ക് വേണം, അത് നെറ്റിയിൽ പുരട്ടിയാല് തലവേദന മാറും എന്നല്ലേ. അപ്പൊ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായോ? ഇല്ല അല്ലെ. നാരദമുനിയോടാണ് പറഞ്ഞിട്ടുണ്ടായത്. നാരദമുനി ബ്രഹ്മാവിന്റെ അടുത്തും ശിവന്റെ അടുത്തും എല്ലായിടത്തും പോവുകയുണ്ടായി. ഇന്ദ്രന്റെ അടുത്തും ചന്ദ്രന്റെ, അങ്ങനെ എല്ലാ ദേവന്മാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയി. ആരും കൊടുക്കാൻ തയ്യാറായില്ല. അനേകം യോഗ്യമാരടുത്തും മറ്റുള്ള ആ സന്യാസിമാരടുത്തും അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി. ബ്രാഹ്മണരുടെ അടുത്ത് ആരും കൊടുക്കാൻ തയ്യാറായില്ല അല്ലെ. ആരാണ് കൊടുക്കാൻ തയ്യാറായത്? അവസാനമായിട്ട് ആ വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ പ്രിയ ഭക്തരല്ലേ, ആ ഗോപികമാരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എല്ലാവരും പറഞ്ഞു ഇത്രയും വലിയ പാപമോ, ഞങ്ങൾ നരകത്തിൽ പോകും, ഞങ്ങളുടെ പാദത്തുകൂടി ഭഗവാന്റെ ശിരസിൽ അണിയുകയോ. അപ്പൊ ആ ഗോപികമാർ പറഞ്ഞു, നമുക്ക് നരകത്തിൽ പോയാലും യാതൊരു പ്രശ്നവുമില്ല, ഭഗവാന്റെ തലവേദന മാറണം, അതാണ് പ്രധാന കാര്യം എന്ന് പറയുകയുണ്ടായി അല്ലെ. അപ്പൊ ആ ഭഗവാൻ തന്നെ ഭക്തന്മാരുടെ പാദധൂളി ശിരസിൽ അണിയുന്നു അല്ലെ. അപ്പൊ ഭക്തന്മാർക്ക് കൂടുതൽ ഭക്തിയിൽ പുരോഗമിക്കാനായിട്ടും അവരുടെയൊക്കെ മുതിർന്ന ഭക്തന്മാരുടെയൊക്കെ കാരുണ്യം ലഭിക്കാനായിട്ട് എന്താ പറയുന്നത്? ശുദ്ധഭക്തരുടെ ആ പാദധൂളി അല്ലെ, അത്
നമ്മുടെ ശിരസിൽ അണിയണം എന്ന് പറയും. അപ്പോ അങ്ങനെ എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലെ. ഉയർന്ന വൈഷ്ണവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ ദീർഘസാഷ്ടാംഗ നമസ്കാരം ചെയ്യല്ലേ, അവരെ പ്രണമിക്കും. അപ്പൊ എന്താണ്, ആ ഭക്തന്മാരുടെ പാദധൂളി നമ്മുടെ ശിരസിലും നമ്മുടെ ശരീരത്തിലൊക്കെ പുരളുന്നു അല്ലെ. അത് കാരുണ്യമാണ്, അത്രയും കാരുണ്യമാണ് ആ ഭക്തന്മാരുടെ പാദധൂളി. അത് ഭഗവാൻ തന്നെ ഇഷ്ടപ്പെടുന്നു. പിന്നെ വൈഷ്ണവ സമൂഹത്തിലുള്ള മര്യാദയെ കുറിച്ച് പറയുന്നു. രാജമര്യാദ, അത് രാജ്യഭരണത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള. പിന്നെ മര്യാദ, വിദ്യയെ കുറിച്ചുള്ള. സദ്ഗുണ മര്യാദ, സദ്ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളത്. പിന്നെ വർണ്ണ മര്യാദ, വർണ്ണങ്ങളെ കുറിച്ച്. ആശ്രമ മര്യാദ, ആശ്രമങ്ങൾ അല്ലെ. 4 എന്താണ് ആശ്രമങ്ങളുണ്ട് അല്ലെ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ അല്ലെ. അപ്പൊ ഓരോ ആശ്രമത്തിനും ഓരോരോ മര്യാദകളും പാലിക്കേണ്ട ചിട്ടകളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഭക്തി മര്യാദ, ഭക്തി ചെയ്യുമ്പോഴും ഉള്ള മര്യാദ. ഇതിനെ കുറിച്ചിട്ടൊക്കെ ഭക്തി വിനോദ ഠാക്കൂറിന്റെ ചൈതന്യ ശിക്ഷാമൃതത്തില് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നുള്ള ശ്ലോകങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഉത്തമ ഹോയിന വൈഷ്ണവ ഹബേ നിരഭിമാന ജീവേ സമാന ദിബേജാനി കൃഷ്ണ അധിഷ്ഠാന. ഒരു വൈഷ്ണവൻ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണെങ്കിലും അവൻ നിരഹങ്കാരിയും എല്ലാവരെയും കൃഷ്ണന്റെ വിശ്രമ സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ബഹുമാനവും നൽകുന്നു. ഏറ്റവും ഉയർന്ന ഒരു വൈഷ്ണവനാണെങ്കിലും ഉന്നതനായ വ്യക്തിയാണെങ്കിലും അവൻ നിരഹങ്കാരിയായിരിക്കണം അല്ലെ. എല്ലാവരും നമ്മൾ പഠിച്ചു ഭഗവത്ഗീതയിലെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് അല്ലെ. സർവസ്യ ഹൃദയ സന്നിവിഷ്ടം, എല്ലാറ്റിന്റെ ഹൃദയത്തിലും എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് അല്ലെ. എല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് അല്ലെ. മമൈവാംശോ ജീവലോക ജീവബുദ്ധസന്നത, എല്ലാവരും ഭഗവാന്റെ അംശമാണ് അല്ലെ. നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള പണ്ഡിത സമ്പദർശന അല്ലെ. എല്ലാവരും അങ്ങനെയുള്ളവർ ആ ഒരു നാമാംസം ഭക്ഷിക്കുന്ന ചണ്ടാളിനെയും അല്ലെ, പിന്നെ ആനയെയും പശുവിനെയും ബ്രാഹ്മണനെയും അല്ലെ, അങ്ങനെ എല്ലാവരെയും സമദൃഷ്ടിയോടാണ് അല്ലെ. എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ പരമാത്മാവായിട്ടുണ്ട് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നു ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നുണ്ടല്ലേ. ഹരേ കൃഷ്ണ. വൃന്ദമാതാജി എന്താണ്, എന്തെങ്കിലും ചോദ്യങ്ങൾ ലാസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ എന്തോ ഉണ്ടോ, എന്തോ പറയാനാണോ? കയ്യെത്തിട്ട് കാണുന്നുണ്ട്. ഇല്ല പ്രഭു, ഇല്ല ഇല്ല, അബദ്ധത്തിൽ കൈ വന്നതാണ്. ഓക്കെ ഓക്കെ, കാണാനല്ലേ, സ്ക്രീന് കാണാലോ അല്ലേ. ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ട് നമുക്ക് അവസാനമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നു പ്രത്യേകിച്ചും ഭക്തന്മാരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ബ്രഹ്മസംഹിതയിൽ പറയുന്നല്ലേ, പ്രേമാഞ്ജനചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകേന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാന്റെ പ്രിയ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ ശ്യാമസുന്ദര രൂപത്തില് വസിക്കുന്നല്ലേ. ഭഗവാൻ ഭക്തന്മാരുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലേ. അപ്പോ ഭഗവാന്റെ പ്രിയ ഭക്തന്മാര് അവര് എല്ലാവരാലും ബഹുമാനിക്കപ്പെടേണ്ടതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ എന്ന് നോക്കാതെ നമ്മൾ എല്ലാവർക്കും എല്ലാ ബഹുമാനവും നൽകണം അല്ലെ. ചൈതന്യ മഹാപ്രഭു അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മള് തൃണാത്തപി സുനീചന തരോരിവ സഹിഷ്ണു അമാനിന മാനതന കീർത്തനീയ സദാഹരി. നമ്മളൊരു പുൽക്കൊടിയേക്കാളും എളിമയോടെ, ഒരു വൃക്ഷത്തെക്കാൾ സഹിഷ്ണുതയോടെ അല്ലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം. പിന്നെന്താണ്, മറ്റുള്ളവർക്ക് എല്ലാ ബഹുമാനങ്ങളും കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അത് തിരിച്ചു പ്രതീക്ഷിക്കേണ്ട. അവരെ നമ്മൾ ബഹുമാനിച്ചോട്ടെ, ബഹുമാനിച്ചില്ലെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാ ബഹുമാനങ്ങളും നൽകുക അല്ലെ. അപ്പോൾ അങ്ങനെയാണ് ഭഗവാന്റെ തിരുനാമം നമുക്ക് ശുദ്ധമായിട്ട് ജപിക്കാൻ കഴിയുക എന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരോടും തൃണാഥ ഒരു പുൽക്കൊടിയെ പോലെ ക്ഷമയോടെ
സഹനശക്തിയോടെ മറ്റുള്ള എല്ലാ വൈഷ്ണവർക്കും എല്ലാ ബഹുമാനങ്ങളും നൽകിയിട്ട് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കാനായിട്ട് പറയുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷാഷ്ടകത്തിൽ ചൈതന്യ മഹാപ്രഭു നമ്മെ ഉപദേശിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ കാണാം ചൈതന്യ മഹാപ്രഭു ആരും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പൊ ആ മായാവാദി സന്യാസിമാരുടെ ഇടയിൽ പോയിട്ട് അവിടെ ആ മായാവാദി സന്യാസം സ്വീകരിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരെയൊക്കെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെ. ആ മായാവാദികളൊക്കെ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ സ്വയം മായാവതിയായിട്ട് പോവുകയുണ്ടായി അല്ലെ. അങ്ങനെ അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി. അവരൊക്കെ പിന്നീട് കൃഷ്ണ ഭക്തന്മാരാക്കി മാറ്റിക്കുണ്ടായി. അപ്പോ ചൈതന്യ മഹാപ്രഭു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ അവരൊക്കെ വന്നിട്ട് പ്രകാശാനന്ദ സരസ്വതി മറ്റുള്ളവരൊക്കെ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയിരുന്നു. എന്താണ് പറയാ, നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഭജനം ചെയ്താൽ പോരാ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ചൈതന്യ മഹാപ്രഭു അന്നേരം അവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി എന്താണ്, എൻ്റെ ഗുരു പറഞ്ഞു ഞാനൊരു ബുദ്ധി കുറഞ്ഞവനാണ്, അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതിയെന്ന് എൻ്റെ ഗുരു പറഞ്ഞു എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നോക്കണം ഭഗവാന്റെ എളിമ. അവരെയൊക്കെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ലീല ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരൊക്കെ വേദാന്തത്തെ കുറിച്ചിട്ടും വേദങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ട. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അവർക്ക് വേദങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പിന്നീട് അവരെ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരാക്കി മാറ്റുകയുണ്ടായി. അപ്പോൾ മായാവാദികളെ മാറ്റി വരുത്താനായിട്ട് ഭഗവാനും അതേ രൂപത്തിൽ തന്നെ മായാവാദി സന്യാസിയായിട്ട് മാറുകയുണ്ടായി. ചൈതന്യ മഹാപ്രഭു അത്രയും കാരുണ്യവാനാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നുള്ള വേറൊരു ശ്ലോകത്തിൽ പറയുന്നു, ഹേ മട ഹൈന ഹേ കൃഷ്ണനാമലയ ശ്രീകൃഷ്ണ ചരണേതന പ്രേമ ഉപജയ. ഈ വിധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിച്ചാൽ കൃഷ്ണന്റെ പാദപത്മത്തോടുള്ള തന്റെ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണപ്രേമത്തെ അവൻ തീർച്ചയായും ഉണർത്തും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എളിമയോടെയും സഹിഷ്ണുതയോടെയൊക്കെ മറ്റുള്ളവർക്ക് എല്ലാ ബഹുമാനങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചു കഴിഞ്ഞാല് എന്താ പറയുന്നത്, ഭഗവാന്റെ ആ പാദപത്മത്തോടുള്ള തന്റെ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണപ്രേമത്തെ അവൻ തീർച്ചയായും ഉണർത്തും അല്ലെ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് പൂർണ്ണമായിട്ടും നമ്മൾ ആത്മാർത്ഥതയോടെ ഭക്തിത സേവനങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ഇപ്പൊ വൈഷ്ണവ സമൂഹത്തിലുള്ള മര്യാദകളെ കുറിച്ചൊക്കെ പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ ഭാവാർത്ഥത്തിലായിട്ട് പ്രഭുപാദർ കൊടുത്തിട്ടുള്ളതാണിത്. പഞ്ചരാത്ര പ്രദീപ, അതിഥികളുടെ സ്വീകരണം, അതിഥി സേവ എന്നതിനെ കുറിച്ച് അതും പിന്നെ ശ്രീമദ് ഭാഗവതത്തിലുള്ള ഭാവാർത്ഥത്തിലൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു വൈഷ്ണവൻ വരുമ്പോൾ ഒരാളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുക, അങ്ങനെ സ്വീകരിക്കുന്നതിനെ പ്രത്യുത്ഥാന എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തിരിച്ചറിയുക, അദ്ദേഹത്തിന്റെ പേരിനെ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക അല്ലെ. അതിനെ അഭിവാദന എന്ന് പറയുന്നു. പിന്നെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനെ പ്രണാമം ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ പൂജ ചെയ്യുക, പിന്നെ സമ്മാനങ്ങൾ നൽകുക, അതിനെ ദാന എന്ന് പറയുന്നു. പ്രസാദവും കുടിവെള്ളവും നൽകുക, ഇരിക്കുന്ന സ്ഥലം പായ നിലം വൃത്തിയാക്കുക, കൂപ്പുകൈകളോടെ സ്വാഗതം അർപ്പിക്കുക. അപ്പൊ നമ്മള് വൈഷ്ണവർക്ക് സേവ ചെയ്യാൻ അല്ലെ. വൈഷ്ണവർക്ക് സേവ ചെയ്യുന്നതാണ് ഭഗവാന് പോലും ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോ ആ ഭഗവാന് അത്രയും പ്രധാനപ്പെട്ടതാണ് വൈഷ്ണവ സേവ. അപ്പോ അത് പറയുമ്പോൾ ഒരു ഭഗവാന്റെ തന്നെ ഒരു ലീലയുണ്ടായിരുന്നു കാഞ്ചീപുരത്തുള്ളത്. അവിടെ ഭഗവാന്റെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ഭഗവാന് എന്താണ് സേവനം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഭഗവാൻ എപ്പോഴും ചാമരം വീശി കൊടുക്കുന്ന സേവയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭഗവാനുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാനുമായിട്ട് ഓരോരോ കാര്യങ്ങൾ, നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ചോദിക്കും. അത്രയും എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം കാഞ്ചിപൂർണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ കാഞ്ചിപൂർണ എല്ലാം പറഞ്ഞു കൊടുക്കും ഭഗവാന്. ഓരോരോ കാര്യങ്ങൾ ഓരോരോ ആൾക്കാരും അവരുടെ ഓരോ പ്രാർത്ഥനകളൊക്കെ ഈ കാഞ്ചിപൂർണയോട് പറയും, നീ ഒന്ന് ഭഗവാനോട് പറയണം
എങ്ങനെ ഓരോരോ ആൾക്കാരുടെ വിഷമങ്ങളും അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ കാഞ്ചീപൂർണ്ണ എല്ലാം ഭഗവാനോട് പറയും. ഭഗവാൻ അതിനൊക്കെയുള്ള മറുപടി കൊടുക്കും. അങ്ങനെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോരോ ആൾക്കാരും അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോ അവസാനം ഒരു ദിവസം ഇദ്ദേഹം വിചാരിച്ചു, ഞാൻ എല്ലാവരുടെ കാര്യങ്ങളും പറയുന്നു, എൻ്റെ കാര്യം ഞാൻ ഇതുവരെയും ചോദിച്ചില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഉയർന്ന വൈഷ്ണവൻ അദ്ദേഹം ചോദിച്ചു, ഞാൻ എപ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ആ കാഞ്ചീപുരം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനിയും കുറച്ച് കാര്യങ്ങൾ, ഗുരു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ. അപ്പോൾ കാഞ്ചീപുരം വിചാരിച്ചു, ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എനിക്കെപ്പോഴാണ് പോകാൻ പറ്റുക? എനിക്കെപ്പോഴാണ് പോകാൻ പറ്റുക? അത് എനിക്ക് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയുണ്ടായി. ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഈ ജന്മം എന്തായാലും മോശമേ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ്, എപ്പോഴും ഭഗവാന് സേവനങ്ങൾ ചെയ്യുന്നു, ചാമരം വീശുന്നു. എന്നിട്ട് അപ്പോൾ ചോദിക്കുമ്പോഴെന്താ പറയുന്നത്, മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടിയല്ലേ. ഇദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് എന്താണ് മോശമേ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് എപ്പോഴും എൻ്റെ സേവനം ചെയ്യാൻ പറ്റുന്നില്ലേ, എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ലേ, അത് തന്നെ എത്ര ഭാഗ്യമാണെന്നൊക്കെ. അല്ല, എനിക്ക് മോശം വേണം, അതെന്താണ് എനിക്ക് ലഭിക്കാത്ത? അപ്പൊ പറഞ്ഞു, നീ വൈഷ്ണവ സേവ ചെയ്തിട്ടില്ല, വൈഷ്ണവ സേവ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ വൈഷ്ണവ സേവ ചെയ്യാനായിട്ട് ഇദ്ദേഹം പുറപ്പെട്ടു. അപ്പൊ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവന്, ഭഗവാനുമായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ, ഭക്തന്മാരുടെ പരാതികളും പരിഭവങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് അവതരിപ്പിച്ചിട്ട് അതിനൊക്കെ മറുപടി വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ഒരു ഉയർന്ന ഭക്തന്, വൈഷ്ണവിന് ആരാണ് സേവനങ്ങൾ കൊടുക്കുക അല്ലെ? ഭക്തന്മാരുടെ സേവനങ്ങൾ ചെയ്യാനായിട്ട് ആരും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. അവസാനം അദ്ദേഹം വേഷമൊക്കെ മാറി, താടിയൊക്കെ വെച്ച് മുടിയൊക്കെ വളർത്തിയിട്ട് അങ്ങനെ തിരിയാത്ത വിധത്തിൽ വേഷമൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം ഒരു സൈക്കിൾ വണ്ടി എടുത്തിട്ട് അതില് ഓരോരോ ആൾക്കാരെയും അമ്പലത്തിലേക്ക് എത്തിക്കുമായിരുന്നു, ഓരോ ഭക്തന്മാരെയും അമ്പലത്തിലേക്ക് എത്തിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം വൈഷ്ണവ സേവ ചെയ്യുകയുണ്ടായി. അവസാനം അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ്, അദ്ദേഹം അപ്പൊ തന്നെ ആ ചാമരം വീശുന്ന സേവയൊക്കെ അവിടെ വെച്ചിട്ടാണ് ഭക്തന്മാർക്ക് സേവനം ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ അവസാനം ഭക്തന്മാർക്ക് സേവനങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇനി എനിക്ക് മോക്ഷം ലഭിക്കുമോ പറഞ്ഞാലും. അപ്പൊ പറഞ്ഞു, ഇനി എനിക്ക് മോക്ഷം ലഭിക്കും, നീ വൈഷ്ണവ സേവ ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നത്. വൈഷ്ണവ സേവ അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മര്യാദ, വ്യതിക്രമ എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് ആദരവ്, വ്യതിക്രമ എന്നുള്ളത് ദോഷങ്ങൾ. ഒരു ഉന്നത വ്യക്തിത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഒരാൾ കഴിവുള്ളവനും നല്ല അറിവുള്ളവനുമാണെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ വളരെ ഉത്സാഹം കാണിക്കരുത് എന്നതാണ് നിയമം. അപ്പോൾ കുറേ ജ്ഞാനമുള്ള ആളായിരിക്കും, പാണ്ഡിത്യമുള്ള ആളായിരിക്കും അല്ലെ. അല്ല, ഇവിടെ പറയുന്ന ഒരു ഉന്നത വ്യക്തിത്വത്തിന്റെ സാന്നിധ്യത്തില് ഒരാൾ കഴിവുള്ളവനും നല്ല അറിവുള്ളവനുമാണെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ വളരെ ഉത്സാഹം കാണിക്കരുത് എന്നാണ് നിയമം. നമ്മളെക്കാളും മുതിർന്ന ഭക്തന്മാരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു ചാടിയിട്ട് ഒന്നും അങ്ങനെ പറയുക, അങ്ങനെയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ വൃന്ദാവനത്തിൽ നടന്നിട്ടുള്ള ഒരു ലീലയുണ്ടായിരുന്നു. രൂപഗോസ്വാമി, ഷഡ്ഗോസ്വാമിമാരിൽ രൂപഗോസ്വാമി അല്ലെ. അപ്പൊ ആ രൂപഗോസ്വാമി അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളൊക്കെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് വായിച്ചു നോക്കും, അതില് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ രൂപഗോസ്വാമി അതൊക്കെ സമ്മതിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ തെറ്റുകളൊന്നും ഉണ്ടാവില്ല. എന്താണ്, രൂപഗോസ്വാമി രൂപമഞ്ജരിയാണ്, ഭഗവാന്റെ നിത്യലീലകളാണ്. അവരാണ് വൃന്ദാവനമൊക്കെ പഴയ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അറിയപ്പെടാതെ കാടൊക്കെ മൂടി മണ്ണൊക്കെ മൂടിക്കൊണ്ടിരുന്ന ആ വൃന്ദാവനത്തെയൊക്കെ അവരാണ് വീണ്ടും
പുനർ എന്താണ് ഏകീകരിച്ചിട്ടുള്ളത്. അവരൊക്കെ പിന്നീടും എല്ലാ ഇന്ന് കാണുന്ന രീതിയിൽ ഭക്തന്മാർക്കായിട്ട് വീണ്ടും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗോസ്വാമിമാർക്ക് എല്ലാ വൃന്ദാവനത്തിൽ നടന്ന എല്ലാ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം അല്ലെ. അവർക്കൊരിക്കലും തെറ്റ് സംഭവിക്കില്ല. എന്നാലും ഉയർന്ന പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് രൂപഗോസ്വാമിയുടെ ഒക്കെ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ രൂപഗോസ്വാമി അവർക്ക് അവരുടെ മുന്നിൽ വിനയാന്വിതനായിട്ട് അത് അങ്ങനെ തെറ്റാണ് എന്ന് അവർ പറഞ്ഞാലും അത് സ്വീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് തെറ്റായിരിക്കില്ല അവരുടെ ഭാവനയിൽ അല്ലെ. ഒരു വാക്കിന് തന്നെ അനേകം തരത്തിൽ അതിന് വിശദീകരണം നൽകും. നമുക്ക് ഓരോരോ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ ശ്ലോകത്തിനും അനേകം തരത്തിലെ അനേകം ആചാര്യന്മാർ അവരൊക്കെ ഓരോ തരത്തിൽ അതിന് അർത്ഥങ്ങൾ നൽകും. അപ്പൊ അത്രയുമാണ് ഒരു വാക്കിനും ഒരു ശ്ലോകത്തിനൊക്കെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാക്കും. രൂപഗോസ്വാമി കരുതിയിട്ടുള്ളതായിരിക്കില്ല, അത്രയും ഉയർന്ന തലത്തിലായിരിക്കില്ല വന്നിട്ടുള്ള വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ രൂപഗോസ്വാമി പലപ്പോഴും സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. ഒരിക്കലും രൂപഗോസ്വാമി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ തെറ്റുകള് വല്ലഭാചാര്യ പറഞ്ഞ് ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോഴേ രൂപഗോസ്വാമി അത് സമ്മതിക്കുകയുണ്ടായി. എന്നാൽ രൂപഗോസ്വാമി അവിടുന്ന് കുളിക്കാൻ പോയ അവസരത്തിൽ ജീവഗോസ്വാമി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രനായ ആ ജീവഗോസ്വാമി അവിടെ വന്നിട്ട് ജീവഗോസ്വാമി ആ വല്ലഭാചാര്യരോട് അത് കൂടുതൽ വിശദീകരിച്ചിട്ട് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. രൂപഗോസ്വാമി കാണാത്ത അവസരത്തിൽ ഇത് തെറ്റല്ല, രൂപഗോസ്വാമി എഴുതിയിട്ടുള്ളത് 100% ശരിയാണ്, ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നിങ്ങൾ കരുതുന്ന അർത്ഥമല്ല ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വിവരണം കൊടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം അതിന് മനസ്സിലാക്കി, ജീവഗോസ്വാമിയിൽ നിന്ന് മനസ്സിലാക്കുകയും അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ വീണ്ടും രൂപഗോസ്വാമി വന്നപ്പോഴേ പറഞ്ഞു, വല്ലഭാചാര്യ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ അങ്ങയുടെ ഈ കൃതിയിൽ ഞാൻ തെറ്റ് കണ്ടുപിടിച്ചത് അത് എൻ്റെ തെറ്റാണ്, എൻ്റെ അജ്ഞാനം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുകയുണ്ടായി. അപ്പോഴേ രൂപഗോസ്വാമിക്ക് മനസ്സിലായി ഇത് ജീവഗോസ്വാമി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, വേറെ ആരും ഇദ്ദേഹത്തിന് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം രൂപഗോസ്വാമി ആ ജീവഗോസ്വാമിയെ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി. നീ ഈ വലിയ അപരാധമാണ് ചെയ്തിട്ടുള്ളത്, നീ ഒരു ഉയർന്ന വൈഷ്ണവന്റെ അടുത്ത് അപരാധം ചെയ്തു, ഒരിക്കലും അങ്ങനെ ഒരു വൈഷ്ണവനെ നിന്ദിക്കരുത്, അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടായി. അങ്ങനെ പറഞ്ഞു, നീ വൃന്ദാവനത്തിൽ വസിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് നീ വൃന്ദാവനം വിട്ട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുകയുണ്ടായി വൃന്ദാവനത്തിൽ നിന്ന്. അപ്പോ ആ രൂപഗോസ്വാമി ആ ജീവഗോസ്വാമിക്ക് കൊടുത്തിട്ടുള്ള ആ ഉപദേശങ്ങളാണ് നമ്മൾ ഉപദേശാമൃതം എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോ അത്രയും എന്താണ് ജീവഗോസ്വാമി ചെയ്തിട്ടുള്ളത്, അത്ര വലിയ തെറ്റൊന്നും അല്ല അല്ലെ. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയുള്ളത്. എന്നാലേ അത് അങ്ങനെ ഒരു ഉയർന്ന വ്യക്തിയുടെ അടുത്ത് അങ്ങനെ നമ്മൾ ചാടിക്കയറിയിട്ട് അങ്ങനെ തെറ്റ് തിരുത്തരുതായിരുന്നു. അങ്ങനെ ഒരു അതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരുന്നു. എന്നാലേ അങ്ങനെ രൂപഗോസ്വാമി ഇല്ലാത്ത അവസരത്തിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് രൂപഗോസ്വാമി ഒരു ഒഫൻസ് ആയിട്ട് കരുതുകയും അങ്ങനെ ജീവഗോസ്വാമി ശിക്ഷിക്കുകയുണ്ടായി. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിലുള്ള പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ധർമ്മ സഹോദരൻ കൂടുതൽ ജ്ഞാനദീപ്തമായവനും കൃഷ്ണാബോധത്തിൽ ഉയർന്നവനുമാണെങ്കിൽ ഒരാൾ അവനെ ആത്മീയ ഗുരുവിന് തുല്യനായി അംഗീകരിക്കണം. ഒരു ഭക്തൻ അല്ലെ, ഒരു ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഭക്തൻ, മുതിർന്ന ഭക്തൻ, അദ്ദേഹം ധർമ്മ സഹോദരൻ ചിലപ്പോൾ സമപ്രായമായിരിക്കും അല്ലെ, ഒരു തുല്യ ഇതിലുള്ളതായിരിക്കും. എങ്കിലും ജ്ഞാനദീപ്തമായവനും കൃഷ്ണാബോധത്തിൽ ഉയർന്നവനുമാണെങ്കിൽ ഒരാൾ അവനെ ആത്മീയ ഗുരുവിന് തുല്യമായി അംഗീകരിക്കണം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇസ്കോണിൽ ധാരാളം ശിഷ്യാഗുരുക്കന്മാരുണ്ടാവും അല്ലെ. നമുക്ക് എല്ലാ ഭഗവാനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക, നമുക്ക് ഭക്തിത സേവനങ്ങളൊക്കെ പറഞ്ഞു തരുകയൊക്കെ നമ്മുടെ ശിഷ്യാഗുരുക്കന്മാരാണ് അല്ലെ. പിന്നെ ദീക്ഷാഗുരു അതും ഒരാൾ മാത്രമേ ഉണ്ടാവൂ അല്ലെ. നമ്മൾ ആരിൽ നിന്നാണോ ഹരിനാമ ദീക്ഷ എടുക്കുന്നത് അവരാണ് നമ്മുടെ ദീക്ഷാഗുരു. മറ്റനേകം ഗുരുക്കന്മാരുണ്ട്, അവരൊക്കെ ശിഷ്യാഗുരുക്കന്മാരാണ് നമ്മുടെ. ധർമ്മ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം വളരെ യഥാർത്ഥവും ഹൃദ്യവുമായതുമായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാവി അത്ര പ്രതീക്ഷാഭരിതമായിരിക്കില്ല.
നമ്മുടെ കൃഷ്ണാബോധത്തിലുള്ളവരൊക്കെ അല്ലെ, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ പ്രവർത്തിക്കണമെന്ന് പ്രഭുപാദർ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. പറയുന്നു ഇങ്ങനെയുള്ള ധർമ്മ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം വളരെ യാഥാർത്ഥവും ഹൃദ്യമായതുമായിരിക്കണം എന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാവി അത്ര പ്രതീക്ഷാഭരിതമായിരിക്കില്ല. പ്രഭുപാദരെ കാണുകയുണ്ടായി. പ്രഭുപാദരുടെ മുന്നിൽ നിന്നും പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം 64 ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഉയർന്ന ആചാര്യനാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഭഗവാന്റെ നിത്യലയിലുള്ള മഞ്ചരി തന്നെയാണ്. കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളതാണ്. ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ 64 ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ ആ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ആ ലീലകളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ആ ഗൗഡീയ മഠങ്ങളൊക്കെ മാത്സര്യം, ആ ഓരോ പൊളിറ്റിക്സും അതൊക്കെ കൊണ്ട് എല്ലാം തകർന്നടിയുകയുണ്ടായി. പ്രഭുപാദർ ഇതിലൊന്നും പോയിട്ടില്ല. പ്രഭുപാദരെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതിലേക്കൊന്നും ആ ഗൗഡീയ മഠത്തിലൊന്നും കൂടുതലായി ഉൾപ്പെടുത്തിയില്ല. അതിന്റെ അധികാരങ്ങളും ഒന്നും നൽകിയില്ല. പ്രഭുപാദർക്ക് വേറെ ഉദ്ദേശമാണ് അല്ലെ, വിദേശത്തൊക്കെ പോയിട്ട് കൃഷ്ണാബോധം പ്രചരിപ്പിക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉപദേശിച്ചത്. അതുകൊണ്ട് തന്നെ പ്രഭുപാദര് ആ ഭാഗത്തൊന്നും പോയില്ല. അങ്ങനെ കൂടുതൽ അവരുടെ ഭരണത്തിലും ഒന്നിലും ഇടപെട്ടില്ല. അവരൊക്കെ അവസാനമായപ്പോൾ സ്ഥാനമാനത്തിനും മറ്റുമൊക്കെ കലഹിച്ചിട്ട് അവരൊക്കെ തമ്മിൽ വേർപിരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. ആ മഠങ്ങളൊക്കെ പിന്നീട് നശിക്കുകയുണ്ടായി. ഇത് മുൻകൂട്ടി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർക്ക് അറിയാമായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദരോട് പറഞ്ഞു, ഒരു വലിയ അഗ്നി വരുന്നുണ്ട്, എല്ലാം കത്തി നശിക്കും, എല്ലാം ചാമ്പലാക്കും, ഗൗഡീയ മഠത്തെയൊക്കെ ചാമ്പലാക്കും, അത്രയും വലിയൊരു അഗ്നി വന്നിട്ട് അതിനെയൊക്കെ വിഴുങ്ങുമെന്ന് പ്രഭുപാദരടുത്ത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുകയുണ്ടായി. എന്താണ് ആ തമ്മിലെ കലഹവും അല്ലെ, നമ്മളെ എല്ലാവരും കൃഷ്ണാബോധം ചെയ്യാനാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഗൗഡീയ മഠത്തിലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥാനമാനത്തിനൊക്കെ വേണ്ടി അടിയായപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് തന്നെ ആ പ്രസ്ഥാനം വേണ്ട എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുകയുണ്ടായി അല്ലെ. അദ്ദേഹം തന്നെ തിരിച്ച് അതൊക്കെ ഇല്ലാതാക്കിയുണ്ടായി. അപ്പൊ നമുക്ക് കാണാം ഭഗവാന്റെ ലീലയിൽ തന്നെ ഭഗവാൻ യാദവരൊക്കെ ഭഗവാന്റെ മിത്രങ്ങളാണ്, ബന്ധുക്കളാണ് എന്ന് പറഞ്ഞവരൊക്കെ അധർമ്മം പ്രവർത്തിക്കുന്നതായി കണ്ടപ്പോൾ ഭഗവാൻ തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വിളിച്ചാൽ അതൊക്കെ ലീലയുടെ ഭാഗമാണ്. അവരുമായിട്ട് വന്നിട്ടുള്ളത് ഭഗവാന്റെ ബന്ധുക്കളായിട്ട് വന്നവരൊക്കെ അവരൊക്കെ ഇവിടെ സാധാരണ സ്ഥലത്തുള്ള അല്ലെ, അവന്മാരൊക്കെ ദേവന്മാരും ഗന്ധർവ്വരും അങ്ങനെയുള്ള ഉയർന്ന തലത്തിലുള്ളവരാണ്. അവരൊക്കെ ആ ലീലകൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് ഭഗവാൻ തന്നെ അവരുടെ അടുത്തേക്ക് അയച്ചതാണ്. അതിന്റെ പിന്നിൽ വേറെ എങ്ങനെ ഇതും കൂടിയുണ്ട്. അപ്പൊ അതുപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി തന്നെ ഇത് പ്രവചിക്കുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് പ്രഭുപാദരി നമ്മുടെ ഇസ്കോണ് പിന്നീട് ഇസ്കോണൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ പ്രഭുപാദർക്ക് അറിയാം എന്താണ് ഇത് വളരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രഭുപാദര് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും പ്രഭുപാദര് എപ്പോഴും പറയുമായിരുന്നു, വേറെ പുറത്തുള്ള ഒരാൾക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലുള്ളവർക്ക് മാത്രമേ ഇതിനെ നശിപ്പിക്കാനായിട്ട് കഴിയൂ. വേറെ പുറത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല. എന്താണത്? ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനമാണ് അല്ലെ. ചൈതന്യ മഹാപ്രഭുവാണ് തുടങ്ങി വെച്ചിട്ടുള്ള സങ്കീർത്തന പ്രസ്ഥാനം. അതുകൊണ്ട് പുറത്തുള്ള ഒരാൾക്കും ഇതിനെ തകർക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. അപ്പോ അതുകൊണ്ട് തന്നെ പ്രഭുപാദരെ GBC കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ലോകം മുഴുവനുള്ള ഭക്തന്മാരെയൊക്കെ സംഘടിപ്പിച്ച് അതിൽ ഓരോരോ ലീഡർമാരെയൊക്കെ വെച്ചിട്ട്, മഹാരാജാക്കന്മാരെയൊക്കെ വെച്ചിട്ട് ഓരോരോ ഏരിയയിലുള്ള ഓരോ രാജ്യത്തിലുള്ള ചുമതലയൊക്കെ നൽകിയിട്ട് അവർക്ക് അവരുടെ കീഴിലെ ശിഷ്യന്മാരെയൊക്കെ ആക്കാനും കൃഷ്ണാബോധം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് പ്രഭുപാദരി എല്ലാവർക്കും അവസരം കൊടുത്തിരുന്നു. അതുകൊണ്ട് എവിടെയും ഇസ്കോണിൽ എവിടെയും അങ്ങനെ സ്ഥാനമാനത്തിന് കലഹങ്ങളോ അടിയോ ഒന്നുമില്ല. എന്താണ് പ്രഭുപാദരുടെ കാലത്ത് തന്നെ ഇങ്ങനെ GBC കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. എന്താണ്, ഒരു വ്യക്തി അധികാരങ്ങൾ എടുത്ത് ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അനേകം ഭക്തന്മാര് അവരുടെ കൂട്ടായ്മ അവരൊക്കെ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു, ഒന്നിച്ചിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, ഉദ്ദേശം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ ഞാൻ വലുത്, ഞാൻ ചെറുത്, ചെറുത് വലുത് എന്നുള്ള യാതൊരു ഇങ്ങനെയുള്ള തർക്കങ്ങളും ഒന്നും വരില്ല അല്ലെ. എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരെ എല്ലാവരുടെയും ഉദ്ദേശം ഭഗവാന്റെ ഭക്തിത സേവനം ചെയ്യുകയാണ് എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രഭുപാദരി എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകുന്ന എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ പോകണം എന്നുള്ളത്. കൃഷ്ണാബോധം
പ്രസ്ഥാനം എന്താണ്, ഇസ്കോണിന്റെ വളർച്ച അത് തന്നെയാണ്. പ്രഭുപാദരുടെ ഉപദേശങ്ങൾ ഭക്തന്മാരൊക്കെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട്. ഇവിടെ വൈഷ്ണവ അപരാധം, അപരാധ എന്ന് പറയുമ്പോൾ എന്താണ്, അപരാധ അല്ലെ. അപരാധ എന്ന് പറയുമ്പോൾ രാധ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയും. നമ്മൾ വൈഷ്ണവരോട് അപരാധം ചെയ്യുമ്പോൾ അല്ലെ, രാധ ഇല്ലാത്ത അവസ്ഥ. അപ്പോ എന്താണ്, നമ്മൾ അങ്ങനെയുള്ള അപരാധങ്ങൾ അപരാധ, രാധ ഇല്ലാത്ത അവസ്ഥ. എന്ന് പറഞ്ഞാൽ എതിരായിട്ട് അല്ലെ. അരാധ എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ മറ്റൊരു തരത്തിൽ അങ്ങനെയും പറയുന്നു. രാധ എന്ന് പറഞ്ഞാല് രാധ ഇല്ലാത്ത അവസ്ഥ അല്ലെ. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഹരേ ആരാണ്, സാക്ഷാൽ രാധാറാണിയാണ് അല്ലെ. അപ്പൊ ആ രാധാറാണി എവിടെ ഇല്ലെങ്കിൽ ആരാണ്, അവിടെ ഭഗവാനും ഉണ്ടാവില്ല അല്ലെ. അപ്പോ നമ്മൾ അങ്ങനെയുള്ള അപരാധങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭക്തി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പലതരത്തിൽ നമുക്ക് വൈഷ്ണവ അപരാധങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നു. ഒരു വൈഷ്ണവനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക, ഒരു വൈഷ്ണവന് പ്രണാമങ്ങൾ അർപ്പിക്കാതിരിക്കുക, ഒരു വൈഷ്ണവനെ വെറുക്കുക, വൈഷ്ണവനെ നിന്ദിക്കുക, ഒരു വൈഷ്ണവനോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അടിക്കുക, ഒരു വൈഷ്ണവനെ കൊല്ലുക. ഇത് സ്കന്ദപുരാണത്തില് പറയുന്നു, ഹരിഭക്തി വിലാസത്തില് പറയുന്നുണ്ട്. എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കണം. അപ്പൊ വൈഷ്ണവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കണം അല്ലെ. മറ്റുള്ളവരൊന്നും വെറുക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ് അല്ലെ. അപ്പോ അവരൊന്നും നിന്ദിക്കാതിരിക്കുക അല്ലെ. എല്ലാവരും ഭഗവാന്റെ പ്രിയ ഭക്തന്മാരാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഒരു പ്രാവശ്യം ഭഗവാന്റെ തിരുനാമം ജപിച്ചവരും വൈഷ്ണവരാണ് അല്ലെ. അനേകം എന്താണ് നാമം ജപിക്കുന്നവരും എല്ലാവരും വൈഷ്ണവൻ തന്നെയാണെന്ന് ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നു. അപ്പൊ നമ്മള് എല്ലാവരെയും വൈഷ്ണവരായി കണക്കാക്കി അവരോടൊക്കെ നമ്മൾ അങ്ങനെയുള്ള തരത്തിൽ വൈഷ്ണവനോടുള്ള ആ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് പെരുമാറേണ്ടതാണ്. പിന്നെ വൈഷ്ണവ നിന്ദയെ കുറിച്ച് തന്നെ പറയുന്നു. ജന്മം, ഈ ജീവിതത്തിലെ മുൻ പാപങ്ങളോ തെറ്റുകളോ മുൻകൂട്ടി നിശ്ചയിക്കാതെ യാദൃശികമായി ചെയ്ത പാപപ്രവൃത്തി തെറ്റുകൾ ഏതാണ്ട് തിരുത്തിയ അവസ്ഥ, പാപത്തിന്റെ അല്പ അംശങ്ങൾ. വൈഷ്ണവ അപരാധത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് പറയുന്നു. വൈഷ്ണവരെ നിന്ദിക്കുന്നവൻ തന്റെ പിതാക്കന്മാരുടെ കൂടെ മഹാരൗരവ എന്നറിയപ്പെടുന്ന നരകത്തിൽ വീഴുന്നു. അപ്പൊ വൈഷ്ണവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ദോഷം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ പിതാക്കന്മാരും അവിടെ ആ നരകത്തിൽ പോവേണ്ടി വരും. മഹാരൗരവ എന്ന അറിയപ്പെടുന്ന നരകത്തിൽ പോവേണ്ടതായിട്ട് വരുമെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. അതിനെ ചരിതാമൃതത്തിലെ മധ്യലീല പ്രഭുപാദര് വിശദീകരിച്ചിരിക്കുന്നു. വൈഷ്ണവ അപരാധത്തിന്റെ പരിണിത ഫലത്തെ കുറിച്ച് പറയുന്നു. യദി വൈഷ്ണവ അപരാധ ഉട്ടെ ഹാത്തിമാത്ത ഉപാതേവ ചിന്തേ താരാശുക്കി യായപാത. ഇതൊക്കെ ബംഗാളിയാണ്. അപ്പൊ എനിക്കത്ര ബംഗാളി എന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ വായിച്ചതാണ്. ഭൗതിക ലോകത്ത് ഭക്തിലതയെ വളർത്തിയെടുക്കുന്ന ഭക്തൻ ഒരു വൈഷ്ണവന്റെ പാദത്തിൽ അപരാധം ചെയ്താൽ അവന്റെ അപരാധം ഭക്തിലതയെ വേരോടെ പിഴുതെറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഭ്രാന്ത് പിടിച്ച ആനയോട് ഉപമിക്കുന്നു. ഈ രീതിയിൽ ഭക്തിലതയുടെ ഇലകൾ ഉണങ്ങുന്നു. നമ്മുടെ ഭക്തി ഒരു ഭക്തിലത ബീജായിട്ടാണ് പറയുന്നത് അല്ലെ. ഭക്തിലതയുടെ ഒരു വിത്ത് നമ്മൾ നട്ടിട്ട് അല്ലെ, നമ്മൾ ഭഗവത്ഗീത ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാ ദിവസവും വെള്ളം നനയ്ക്കും അല്ലെ. എങ്ങനെയാണ്, ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം കൊണ്ടുപോയി ഒഴിക്കലാണോ? അല്ല അല്ലെ. അത് നമ്മുടെ ചെടിക്ക് അല്ലെ, സാധാരണയുള്ള മരങ്ങൾക്കും ചെടികൾക്കും അല്ലെ. അതുപോലെ നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഭഗവാന്റെ തിരുനാമം ജപിക്കുക പ്രധാനമായിട്ടും അല്ലെ. ആ ഭക്തിലതാ ബീജിന് വേണ്ടുന്ന ശരിയായ ജലസേചനം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ജപിക്കുമ്പോഴെന്താണ്, ജപിക്കുകയും ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഭക്തിലതാ ബീജ് വളർന്നു വരുന്നത് അല്ലെ. അങ്ങനെ വളർന്നു വരുമ്പോഴേ നമ്മള് മറ്റുള്ള വൈഷ്ണവരോട് അപരാധങ്ങൾ ചെയ്യുമ്പോൾ, ഭക്തന്മാരോട് അപരാധങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഭക്തിലതാ ബീജ് അത് വേരോടെ
പിഴുതെറി. ഒരു ഭ്രാന്ത് പിടിച്ച ആന ഒരു പൂന്തോട്ടത്തിൽ അങ്ങനെ കയറി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തോട്ടത്തിൽ, പച്ചക്കറിയുടെ തോട്ടത്തിൽ ഇതിലെത്താൻ കയറിയാൽ എന്താണ് സംഭവിക്കുക? എല്ലാം പിഴുതെടുത്തിട്ട് എറിയും അല്ലെ, എല്ലാം വേരോടെ തൂക്കിയെറിയും അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ ഭക്തിലതാ ബീജം നശിക്കുന്നു, ആ ഭക്തിയുടെ ആ ലത നശിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മതയാനയോടാണ് ആ വൈഷ്ണവ അപരാധത്തെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്, ഉപമിച്ചിട്ടുള്ളത്. ഒരു വൈഷ്ണവനോട് അപരാധം ചെയ്യുന്നതിലൂടെ ഒരുവൻ അവന്റെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവനോടുള്ള അപരാധം മതയാനയുടെ അപരാധം, വൈഷ്ണവനോടുള്ള അപരാധം മതയാനയുടെ അപരാധമായി പരിഗണിക്കപ്പെടുന്നു. മതയാന ഒരു തോട്ടത്തിൽ കയറിയതായിട്ട്, അപ്പൊ അതിനൊക്കെ നശിപ്പിക്കുക അല്ലെ, അതിനോട് പരിഗണിക്കപ്പെടുന്നു. വളരെയേറെ അധ്വാനം കൊണ്ട് വികസിപ്പിച്ചെടുത്ത മനോഹരമായ ഒരു മലർവാടി അല്ലെ, ഒരു പൂന്തോട്ടം പൂർണ്ണമായും ഒരു മതയാനയ്ക്ക് നശിപ്പിക്കാൻ കഴിയും. ഒരുവനെ ഭക്തിയുത സേവനത്തിന്റെ അത്യുന്നത തലം പ്രാപിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഒരു വൈഷ്ണവനോട് അപരാധം ചെയ്തു പോയാൽ അവൻ കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നടിയും. രഘുഗുണ രാജാവ് ബോധപൂർവമല്ലാതെ ജഡഭരതനോട് തെറ്റ് ചെയ്തു പോയെങ്കിലും അവന്റെ സദ്ബുദ്ധി കൊണ്ട് അവൻ മാപ്പപേക്ഷിച്ചു. ഒരുവനെ വൈഷ്ണവ അപരാധത്തിൽ നിന്ന് വിടുതൽ നേടുവാനുള്ള പ്രക്രിയ ഇതാണ്. കൃഷ്ണൻ സ്വാഭാവികമായും കാരുണ്യമുള്ളവനും എപ്പോഴും ലാളിത്യമാർന്നവനുമാണ്. ഒരുവൻ ഒരു വൈഷ്ണവ പാദത്തിൽ അപരാധം ചെയ്തു പോയാൽ അപ്പോഴേ ക്ഷമാപണം നടത്തണം. അങ്ങനെ ചെയ്താൽ അവന്റെ ആധ്യാത്മിക പുരോഗതിക്ക് ദോഷമുണ്ടാകില്ല. ശ്രീമദ് ഭാഗവതം 5:10-24 ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു. അപ്പോ നമ്മള് മറ്റുള്ള വൈഷ്ണവരോട് അപരാധം ചെയ്ത പറയുന്നു, ഭക്തിയുത സേവനത്തിൽ നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നടിയും എന്ന് പറയുന്നത് അല്ലെ, എല്ലാം നിലംപരിശാവും. ഇപ്പൊ രഘുഗുണ മഹാരാജാവല്ലേ, നമ്മള് ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ ഭരത മഹാരാജാവിന്റെ ലീലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഭരത മഹാരാജാവ് മാനായി അല്ലെ, മാനിന്റെ ജന്മത്തിൽ നിന്ന് പിന്നീട് ജഡഭരതനാവുകയുണ്ടായി അല്ലെ. അങ്ങനെ എല്ലാറ്റിനോടും വിരക്തി വന്നിട്ട് എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് സദാസമയം കഴിച്ചു കൂട്ടുകയായിരുന്നു അല്ലെ. അപ്പോഴാണ് ആ രഘുഗുണ മഹാരാജാവ് പല്ലക്ക് ചുമക്കാനായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയും അല്ലെ, അപ്പോ യാതൊരു ജീവിയെയും ഉപദ്രവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഉറുമ്പും മറ്റുള്ള ചെറിയ ജീവികളൊക്കെ നിലത്തൂടെ പോകുമ്പോൾ ജഡഭരതൻ തുള്ളിക്കൊണ്ട് നടന്നല്ലേ. അപ്പൊ അങ്ങനെ രഘുഗുണ മഹാരാജാവ് ശിക്ഷിക്കും, നിന്നെ വധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അദ്ദേഹത്തെ വഴക്ക് പറയുകയുണ്ടായി അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വൈഷ്ണവനോട് അപരാധം ചെയ്തല്ലേ. എന്നാലേ പിന്നീട് മനസ്സിലായി ആ ജഡഭരതൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സാധാരണ വ്യക്തി പറയുന്നതല്ല, അദ്ദേഹം അത്രയും ഉയർന്ന തലത്തിലുള്ള ആളാണ്, ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തോട് ക്ഷമയൊക്കെ പറയുകയും മാപ്പ് പറയുകയും അദ്ദേഹത്തിൽ നിന്നും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. ഇവിടെ പറയുന്നു എന്താണ്, ഭഗവാൻ അല്ലെ, അങ്ങനെ നമ്മള് മാപ്പ് പറയുമ്പോൾ ഭഗവാനും നമ്മളോട് പൊറുക്കുന്നു അല്ലെ. നമ്മളല്ല, നമ്മൾ കൂടുതൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ പരിണത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായി അല്ലെ. ഒരു വൈഷ്ണവത്തിൽ അപരാധം ചെയ്തു പോയാൽ അപ്പോഴേ ക്ഷമാപണം നടത്തണം അല്ലെ. നമ്മള് വേറെ മറ്റൊന്നും ആലോചിച്ചിട്ട് നമ്മൾ എങ്ങനെയാ മാപ്പ് പറയാ, എങ്ങനെയാണ് അദ്ദേഹത്തോട് ക്ഷമ പറയാ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലെ. നമുക്ക് ഭക്തിയിൽ ഉയരണോ, നമ്മൾ അപ്പൊ തന്നെ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടോ അതിനൊക്കെ അദ്ദേഹത്തോട് മാപ്പ് പറയാ അല്ലെ. അതാണ് നമ്മുടെ ഇസ്കോണിന്റെ ആ ദിനചര്യയിൽ നമ്മൾ രാവിലെ ശിക്ഷാഷ്ടകം ചൊല്ലിക്കഴിഞ്ഞാല്, നമ്മൾ ആ 10 നാമാപരാധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വൈഷ്ണവ പ്രണാമ മന്ത്രം ചൊല്ലും. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും ചെല്ലുന്നതാണ്. എന്താണ്, നമ്മൾ എന്തായാലും എന്തെങ്കിലും ചെറിയ അപരാധം ചെയ്യും, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ അല്ലെ. എന്തെങ്കിലും അപരാധങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ക്ഷമാപണമായിട്ട് നമ്മൾ വൈഷ്ണവരെ പ്രണമിക്കുന്ന ആ പ്രണാമ മന്ത്രം അല്ലെ, വാഞ്ച കൽപത രൂപശ കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അല്ലെ. നമ്മള് ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ എല്ലാ ദിവസവും ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലലുണ്ട് ആ പ്രണാമ മന്ത്രം അല്ലെ, വാഞ്ച കൽപത രൂപശ കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ.
വൈഷ്ണവന്റെ പാദത്തിൽ നമ്മൾ പ്രണാമങ്ങൾ അർക്കുന്നു. എന്താണ് പറയുന്നത്? വൈഷ്ണവൻ ഒരു ഡിസൈറട്ടറി പോലെയാണ് അല്ലെ. വൈഷ്ണവന്റെ കാരുണ്യമുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാനും എല്ലാ അവസരങ്ങളും ഒക്കെ ലഭിക്കും. അപ്പൊ നമുക്ക് ഒരു വൈഷ്ണവന്റെ കാരുണ്യമാണ്. അപ്പൊ അദ്ദേഹത്തിനോട് എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ക്ഷമിക്കണമെന്ന് നമ്മൾ ക്ഷമാപണം നടത്തുന്നതാണ് ആ വൈഷ്ണവ പ്രണാമ മന്ത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അപ്പോഴേ അദ്ദേഹത്തിനെ പ്രണമിച്ചിട്ട് ഈ വാഞ്ചാകൽപതരൂപശ കൃപ സിന്ധുഭ്യവച പതിദാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ എന്ന ആ പ്രണാമ മന്ത്രം ചൊല്ലുക. അഥവാ നമുക്ക് അല്ലെ ഇപ്പൊ ഓൺലൈനിലൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്, നമുക്ക് നേരിട്ടിട്ട് ചിലപ്പോൾ ആളെ അറിയില്ലായിരിക്കും. എന്നാലും നമുക്ക് അവിടെ മനസ്സുകൊണ്ട് ഭഗവാനോട് പറയാം, ഞാൻ അദ്ദേഹത്തിന്റെ പാദത്തിലെ മാപ്പ് പറയുന്നു, അദ്ദേഹത്തിനോട് തെറ്റ് ചെയ്തു പോയി, അതിന് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാം, ആ ഭക്തന്റെ വേണ്ടിയിട്ട് ആ പ്രണാമ മന്ത്രം ചൊല്ലിയിട്ട്. അപ്പോ അങ്ങനെ ചെയ്താൽ അവന്റെ ആധ്യാത്മിക പുരോഗതിക്ക് ദോഷമുണ്ടാകില്ല. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഭുപാദരെ ഇവിടെ പറയുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ ഒരിക്കലേ വൃന്ദാവനത്തില് നേരത്തെ രൂപഗോസ്വാമിയെ പറഞ്ഞാലേ, ആ രൂപഗോസ്വാമി ഭഗവാന്റെ നിത്യലീലുള്ള രൂപമഞ്ജരിയാണ്. അപ്പൊ ഭഗവാന്റെ ലീലകള് നമ്മളൊക്കെ സമയം കിട്ടുമ്പോൾ എന്താ ചെയ്യാ, ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി കളിക്കുക അല്ലെ. എന്നാലേ ആ ഭഗവാന്റെ ആ പരിശുദ്ധ ഭക്തന്മാര് രൂപഗോസ്വാമിയൊക്കെ ഭഗവാന്റെ നിത്യലീലയുള്ളവരാ. അവരെന്താ ചെയ്യാ, അവരെ ഗ്രന്ഥങ്ങളൊന്നും എഴുതാത്ത സമയത്ത് അവര് ഇങ്ങനെ ഭഗവാന്റെ നിത്യലീലകൾ ഓർത്തുകൊണ്ട് അതിലിങ്ങനെ ആനന്ദം കൊള്ളുമായിരുന്നു. ഇങ്ങനെ കണ്ണുമടച്ചിട്ട് ഭഗവാന്റെ ഓരോ ലീലകളെ കുറിച്ചും ഓർക്കും. ഭഗവാന്റെ കൂടെ ലീലകൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഷഡ്ഗോസ്വാമിമാരൊക്കെ, രൂപഗോസ്വാമി, ശിവഗോസ്വാമി, സനാതന ഗോസ്വാമി, ഇവരൊക്കെ രൂപ മഞ്ചേരി അങ്ങനെയുള്ള മഞ്ചേരിമാരാണ്. രാധാകൃഷ്ണന്മാരുടെ അഷ്ടസഖികരൊക്കെ സഹായിക്കുന്ന മഞ്ചേരിമാരാണ്. അപ്പൊ അവർക്ക് എല്ലാ ലീലകളെ കുറിച്ചും അറിയാം. അപ്പൊ അവര് ഇങ്ങനെ ഗ്രന്ഥങ്ങളൊന്നും എഴുതാത്ത സമയത്ത് രൂപഗോസ്വാമി ഓരോരോ ഭഗവാന്റെ ഓരോ ലീലകളെ കുറിച്ചും ഓർത്തുകൊണ്ട് ആനന്ദം കൊണ്ട് അങ്ങനെ ചിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കല് ഭഗവാന്റെ ലീലയെ കുറിച്ചിട്ട് ഓർത്തുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതുവഴി ഒരു മുടന്തനായിട്ടുള്ള വ്യക്തി പോകുന്നുണ്ടായിരുന്നു. ആ മുടന്തനായ വ്യക്തിക്ക് ഈ രൂപഗോസ്വാമി അദ്ദേഹം ഭഗവാന്റെ ലീലയെ ഓർത്തിട്ടാണ് ചിരിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, എനിക്ക് കാലിന് മുടന്തുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ചിരിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതൊരു അപരാധമായിട്ട് എടുക്കുകയുണ്ടായി. എന്നെ എന്താണ് അപമാനിക്കുന്ന തരത്തിൽ ചിരിച്ചല്ലോ എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. ഉടനെ ആ രൂപഗോസ്വാമി കണ്ടിരുന്ന ലീലകളൊക്കെ പെട്ടെന്ന് ബ്ലാങ്കായി, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഭഗവാന്റെ ലീലകളൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ ആനന്ദിച്ചിരുന്നതാണ്. പെട്ടെന്ന് ആ ലീലകളൊക്കെ അപ്രത്യക്ഷമായി. അപ്പോ അതിന്റെ കാരണത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ അടുത്തേക്ക് ചോദിക്കണ്ടായി. അപ്പോൾ സനാതന ഗോസ്വാമി പറഞ്ഞു, അങ്ങനെ ലീലകള് വരാതിരിക്കണമെങ്കിൽ നീ വൈഷ്ണവ അപരാധം ചെയ്തിട്ടുണ്ട്. രൂപഗോസ്വാമി വിചാരിച്ചു, വൈഷ്ണവ അപരാധ, ഞാൻ മനസ്സുകൊണ്ട് പോലും ഒരു വൈഷ്ണവ അപരാധവും ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ രൂപഗോസ്വാമി അത്രയും വിനയവും ഇളയമൊക്കെ ഉള്ളത്. ആള് നീ എഴുതിയതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുക്കുന്നു. അവ എഴുതിയത് തെറ്റെന്നായിരിക്കില്ല. അപ്പൊ അത്രയും വിനയവും എന്താണ് അത്രയും എളിമയൊക്കെ ഉള്ളതാണ്. അപ്പോ ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ടില്ല അല്ലെ. അപ്പോ ഞാൻ അങ്ങനെ ആരോടും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി സനാതന ഗോസ്വാമി പറഞ്ഞു, ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഈ ലീലകള് കാണാൻ പറ്റാതാവില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു പ്രതിവിധിയായിട്ട് നീ എല്ലാവരെയും, എല്ലാ വൈഷ്ണവരെയും എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പ്രസാദം കൊടുക്കുക. അവരൊക്കെ ക്ഷണിച്ചിട്ട് ഒരു സംഘത്തിൽ വരുത്തിയിട്ട് നീ അവർക്കൊക്കെ പ്രസാദം വിതരണം ചെയ്യുക, എല്ലാവർക്കും പ്രസാദം കൊടുക്കുക, എല്ലാവരെയും ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി. അവിടെയുള്ള എല്ലാ സാധുക്കളെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും എല്ലാവരെയും വിളിച്ച് പ്രസാദം കൊടുക്കുകയുണ്ടായി. അപ്പോ അങ്ങനെ സനാതന ഗോസ്വാമി പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഒരാൾ നീ വിളിച്ചതിൽ വരാതിരിക്കുന്നുണ്ടെങ്കിൽ നീ അയാളുടെ അടുത്താണ് അപരാധം ചെയ്തിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ചും കാർത്തിക മാസമൊക്കെ അല്ലെ, ആയിരക്കണക്കിന് സാധുക്കളുണ്ടാവും അങ്ങനെ വരി നിൽക്കുന്നത്, അങ്ങനെ പ്രസാദം വാങ്ങിക്കാനും ദാനങ്ങൾ സ്വീകരിക്കാനൊക്കെ. അപ്പോ അങ്ങനെ അനേകം ആൾക്കാർ വന്നതിൽ
എല്ലാവരെയും ക്ഷണിച്ചതിൽ ഒരാൾ മാത്രം വന്നിട്ടുണ്ടായില്ല, ഈ മുടന്തനായിട്ടുള്ള കാലിന് വയ്യാത്ത ആ സാധു. അപ്പോഴേ രൂപഗോസ്വാമിക്ക് മനസ്സിലായി ഇദ്ദേഹത്തോടാണ് ഞാൻ അപരാധം ചെയ്തിട്ടുള്ളത്. പിന്നീട് രൂപഗോസ്വാമിക്ക് തന്നെ മനസ്സിലായി എന്താണ്, അദ്ദേഹത്തിനോട് നേരിട്ടല്ല അല്ലെ, ഭഗവാന്റെ ലീലകൾ കണ്ടപ്പോൾ ചിരിച്ചു, എന്നാൽ അത് അദ്ദേഹത്തിന് അത് തെറ്റായിട്ട് തോന്നി അല്ലെ. ആ മുടന്തനായിട്ടുള്ള വ്യക്തി തന്നെ പരിഹസിച്ചതാണെന്ന് കരുതി അല്ലെ. അങ്ങനെ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും പിന്നീട് അദ്ദേഹത്തെ വിളിച്ച് പ്രസാദമൊക്കെ നൽകി അദ്ദേഹത്തിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയക്കുകയുണ്ടായി. അപ്പോ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് രൂപഗോസ്വാമി അല്ലെ, നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു വൈഷ്ണവന് അത്രയും എന്താണ്, നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്താല് മാപ്പ് പറയാൻ യാതൊരു മടിയും കാണിക്കണ്ട എന്നുള്ളത് അല്ലെ. നമ്മുടെ പൂന്താനം തിരുമേനി തന്നെ എന്താ പറയുന്നത്, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം അല്ലെ. നമ്മൾ സജ്ജനങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ലജ്ജിത്ത് നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട. എന്താ വേണ്ടത്, അവരുടെ മുന്നിൽ വീണു നമിക്കണം, അവരെ നമസ്കരിക്കണം അല്ലെ. എന്താണ്, നമുക്ക് അവരുടെ കാരുണ്യം ലഭിക്കും. വൈഷ്ണവ അപരാധത്തിന്റെ പരിണിത ഫലത്തെ കുറിച്ചിട്ട് ഇവിടെ പ്രഭുപാദർ പറയുന്നു, നിങ്ങൾ കൃഷ്ണനെ നിന്ദിച്ചാലും കൃഷ്ണൻ സഹിക്കും, എന്നാൽ നിങ്ങൾ ഭഗവാന്റെ ഭക്തനെ നിന്ദിച്ചാൽ കൃഷ്ണൻ ഒരിക്കലും സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസാനമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർന്നു. ഒരു വലിയ മനുഷ്യനെ പോലെ നിങ്ങൾ അവനെ നിന്ദിച്ചാൽ ശരി, അവൻ ചെയ്തോട്ടെ എന്ന് അവൻ ചിന്തിക്കും. എന്നാൽ നിങ്ങൾ അവന്റെ കുട്ടിയെ നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ ഒരിക്കലും സഹിക്കില്ല, അവൻ ഒരിക്കലും സഹിക്കില്ല. പ്രഭുപാദർ പറയുന്നു അല്ലെ, ഭഗവാന്റെ മക്കളാണ് നമ്മളൊക്കെ അല്ലെ. ഭഗവാന്റെ ഭക്തന്മാരെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് അവസാനമാണ് അല്ലെ. നമ്മൾ കണ്ടു ഭക്തപ്രഹ്ലാദന്റെ കാര്യത്തിൽ അല്ലെ, ഭക്തപ്രഹ്ലാദന്റെ സ്വന്തം പിതാവാണല്ലേ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നത്. സംരക്ഷിക്കേണ്ട ആ പിതാവ് ഹിരണ്യകശിപു അല്ലെ എത്രത്തോളം ദ്രോഹിച്ചല്ലേ. ഭഗവാൻ നോക്കി ഇവൻ എപ്പെങ്കിലും മാറി വരുവോ അല്ലെ, ഈ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് നോക്കി അല്ലെ. എന്നാൽ ഒരിക്കലും ദ്രോഹം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ തയ്യാറായല്ല അല്ലെ. നമുക്കറിയാം നരസിംഹ ഭഗവാനായിട്ട് വന്നിട്ട് ആ ഹിരണ്യകശിപിനെ ഇല്ലാതാക്കിയതൊക്കെ അല്ലെ. വരങ്ങളൊക്കെ എത്ര നേടിയിട്ടും അതിനൊക്കെ മറികടന്നുകൊണ്ട് ഭഗവാൻ സ്വന്തം കൈവിരലുള്ള നഖങ്ങൾ കൊണ്ട് തന്നെ ഹിരണ്യകശിപിനെ ഇല്ലാതാക്കി അല്ലെ. അപ്പൊ അങ്ങനെ വൈഷ്ണവരെടുത്ത് ഭഗവാന്റെ ഭക്തന്മാരെടുത്ത് അപരാധങ്ങൾ ചെയ്യുക, അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്താണ്, അദ്ദേഹത്തിന് സദ്ഗതി ഉണ്ടായില്ല അല്ലെ. അത് അവസാനമാണ്. പ്രഭുപാദർ പറയുന്നു അതോടെ അവന്റെ എല്ലാം തീർന്നു അല്ലെ. ഭഗവാനോട് അപരാധങ്ങൾ ചെയ്താൽ ഭഗവാൻ പൊറുക്കും അല്ലെ. ഭഗവാൻ അത്രയും കാരുണ്യവാനാണ്. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരോട് അപരാധങ്ങൾ ചെയ്താൽ, ദ്രോഹങ്ങൾ ചെയ്താൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല, സഹിക്കില്ല എന്ന് പറയുന്നത് അല്ലെ. ഭഗവാന് അത്രയും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ ഭക്തന്മാർ. അപ്പൊ ഇവിടെ ഒരു കീർത്തനത്തില് നരോത്തമദാസ് ഠാക്കൂർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ കീർത്തനത്തില് നരോത്തമദാസ് ഠാക്കൂറിന്റെ ആ കീർത്തനത്തില് അവിടെ പറയുന്നു, നരോത്തമദാസ് ഠാക്കൂർ ഹരിസ്ഥാനെ ആപരാധേ താരെ ഹരിനാം തമസ്ഥാനെ ആപരാധേ നാഹി പരിത്രാൻ. ഹരിസ്ഥാനെ അപരാധേ താരെ ഹരിനാം തോമസ്ഥാനെ അപരാധേ നാഹി പരിത്രാൻ. എന്താ പറയുന്നത്, ഭഗവാൻ ഹരിയെ നിന്ദിച്ചവനെ ഹരിനാമം ഉദ്ധാരണം ചെയ്യുന്നു. ഭഗവാനെ നമ്മൾ നിന്ദിച്ചാലും ഭഗവാനോട് അപരാധം ചെയ്താലൊക്കെ ഭഗവാന്റെ തിരുനാമം അല്ലെ, അത് നമ്മളെ ആ തെറ്റിൽ നിന്നും മോചിപ്പിക്കും, ഉദ്ധാരണം ചെയ്യുന്നു. ഭഗവാന്റെ തിരുനാമം കൊണ്ട് നമ്മൾ ഭഗവാനോട് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. ഹരിനാമം നമ്മളെ ഉദ്ധരിക്കുന്നവരിൽ അല്ലെ, ഉദ്ധാരണം ചെയ്യുന്നു. എന്നാൽ ഒരാൾ ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഉദ്ധാരണം അസാധ്യമാണ്. ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം അസാധ്യമാണെന്ന് പറയുന്നു. എന്നാൽ ഭഗവാനെ നിന്ദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭഗവാന്റെ ഹരിനാമം ജപിച്ചാൽ തന്നെ അത് മാറ്റമുണ്ടാവും അല്ലെ. അങ്ങനെ ധാരാളം ആൾക്കാർ ഭഗവാന്റെ ഹരിനാമൊക്കെ ചെയ്യും അല്ലെ. ആദ്യം ദ്രോഹങ്ങളൊക്കെ ചെയ്യും, പിന്നെ ഭഗവാന്റെ തിരുനാമൊക്കെ ജപിക്കും അല്ലെ, അവരോട് കുറുക്കും. എന്നാല് ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാല് ഉദ്ധാരണം, മോചനം അസാധ്യമാണെന്ന് നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു. വൈഷ്ണവരെ നിന്ദിക്കുന്നത് അപ്പോ ഭഗവാന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ ചൈതന്യ ഭാഗവതത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം പറയുന്നു,
ഏ വൈഷ്ണവസ്ഥാനെ അപരാധഹയ ഹാര പുനഃസെ ഐ നാമിലെ സെ ഗുസെ നഹി ആര. ഒരാൾ വൈഷ്ണവനെ നിന്ദിച്ചാൽ ആ അപരാധം ആ വൈഷ്ണവന് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ, മറ്റാർക്കും പറ്റില്ല. അപ്പോ ഒരു ഭഗവാന്റെ പ്രിയ ഭക്തനെ വൈഷ്ണവനെ നിന്ദിച്ചു കഴിഞ്ഞാല്, അപരാധം ചെയ്തു കഴിഞ്ഞാല് ആ അപരാധം പൊറുക്കണ്ടെങ്കിലേ ആർക്കേ സാധിക്കുന്നു പറയുന്നു? ആ വൈഷ്ണവന് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ, മറ്റാർക്കും പറ്റില്ല അല്ലെ. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കണ്ടു അല്ലെ, ആ ശ്രീമദ് ഭാഗവത്തിൽ ഉണ്ട്, നമ്മൾ ഭഗവത്ഗീത ഒക്കെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലെ. അംബരീഷ് മഹാരാജാവും ആ ദുർവാസ മുനിയും തമ്മിൽ അല്ലെ. അംബരീഷ് മഹാരാജാവ് ഭഗവാന്റെ പ്രിയ ഭക്തനാണ് അല്ലെ, ഒന്നും ചെയ്തില്ല അല്ലെ. ആ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം പാരണ വീട്ടാൻ 3 തുള്ളി ജലം കുടിച്ച് പാരണ വീട്ടാൻ നോക്കുമ്പോൾ ദുർവാസ അവിടെ വരികയും എന്താണ്, ഞാനും കൂടി പാരണ വീട്ടാനുണ്ടെന്ന് പറയുകയും ചെയ്തു അല്ലെ. പിന്നീട് എന്താ, തിരിച്ചു വന്നില്ല അല്ലെ. ആ വെള്ളത്തിൽ അവിടെ പോയിട്ട് അവിടെ ആ അംബരീഷിനെ പരീക്ഷിക്കാനായിട്ട് അവിടെ കഴിയുന്നുണ്ട് അല്ലെ. അറിയും ആ ഉപദേശകന്മാര്, ആ രാജാവിന്റെ ഉപദേശകന്മാരുടെ അഭിപ്രായം പ്രകാരം എന്തിനു വേണ്ടിയിട്ടാണ്? ആ എല്ലാവർക്കും, എല്ലാ പ്രജകൾക്കും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഏകാദശിയൊക്കെ നീട്ടുന്നത്. അതുകൊണ്ട് അത് എന്താണ്, ഏകാദശി കൃത്യമായിട്ട് ദ്വാദശി ദിവസം പാരണ വീട്ടാനായിട്ട് അഭിപ്രായപ്പെട്ടു അല്ലെ. അതിന്റെ ഫലമായിട്ട് 3 തുള്ളി ജലം കുടിച്ച് പാരണ വീട്ടി അല്ലെ. എന്നാലും മറ്റൊന്നും കഴിച്ചതുമില്ല അല്ലെ. അപ്പൊ ബ്രേക്ക് ആവുകയും ചെയ്തു. എന്താണ്, ആ ദുർവാസ മുനിയെ നിന്ദിച്ചില്ല അല്ലെ. അപ്പൊ ദുർവാസ മുനിക്ക് ഇത് മനസ്സിലായി, ദേഷ്യത്തോടെ വരികയും അല്ലെ, ആ മുടി നിലത്തടിച്ച് അതിൽ നിന്നും ഒരു ഉഗ്രരൂപം, തീ തുപ്പുന്ന ഒരു രൂപത്തെ സൃഷ്ടിക്കുകയും അല്ലെ, ആ അംബരീഷിന്റെ നേരെയൊക്കെ അയക്കുകയും ചെയ്തു അല്ലെ. എന്നാലും എന്താ സംഭവിച്ചത്? ആ ഭഗവാന്റെ സുദർശനം, ഭഗവാൻ പോലും അറിയാത്ത സുദർശനം അവിടേക്ക് വരികയുണ്ടായി അല്ലെ. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ സംരക്ഷണയും ഭഗവാന്റെ ഗതയും സുദർശനവും എപ്പോഴും തയ്യാറാണെന്ന് പറയും. അപ്പോൾ ഭക്തന്മാരെ എന്താണ്, ഭക്തന്മാർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ ഭഗവാന്റെ ഗതയും ആ സുദർശനവും എപ്പോഴും ഭക്തന്മാരെ സംരക്ഷിക്കുന്നതായിട്ടുണ്ട്. ഭഗവാൻ വന്നിട്ടില്ലെങ്കിലും ആ ചക്രവും ഗതയും ഒക്കെ വരും ഭക്തന്മാരെ സംരക്ഷിക്കുക എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ പോലും അറിയാത്ത ഭഗവാന്റെ ആ ചക്രം അവിടെ വരികയും ആ ദുർവാസ മുനി അയച്ചിട്ടുള്ള ആ ഘോര രൂപത്തെ ഇല്ലാതാക്കുകയും അല്ലെ. പിന്നെ ദുർവാസ മുനിയുടെ പിന്നാലെ ആ ചക്രം പോവുകയുണ്ടായി അല്ലെ. അങ്ങനെ എല്ലായിടത്തും ശിവന്റെ അടുത്ത് പോയി അല്ലെ, ഒരു രക്ഷയില്ല. ബ്രഹ്മാവിന്റെ അടുത്ത് പോയി, അവിടെ നിന്ന് രക്ഷയില്ല അല്ലെ. അവസാനം ഭഗവാന്റെ അടുത്ത് തന്നെ പോയിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ അയച്ചതാണെങ്കിലേ തിരിച്ച് എടുക്കാനേ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ഭഗവാനോട് പറയുന്നു ദുർവാസൻ, അങ്ങക്ക് എന്താ ഹൃദയമില്ലേ? അങ്ങയുടെ ഹൃദയം എന്താണ്, കല്ലാണോ? അങ്ങക്ക് ഹൃദയമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഓ, എന്റെ ഈ വിഷമം കാണുന്നില്ലേ എന്നൊക്കെ. അപ്പൊ ഭഗവാൻ പറയുന്നു, എനിക്ക് ഹൃദയമില്ല, എന്റെ ഹൃദയം എന്റെ ഭക്തന്മാരുടെ കയ്യിലാണ്, അംബരീഷിന്റെ കയ്യിലാണ്, അംബരീഷ് മഹാരാജാവിന്റെ കയ്യിലാണ് എന്റെ ഹൃദയം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇനി ഇതിൽ നിന്നും രക്ഷ വേണ്ടിക്കില്ല, നീ ആരോടാണോ അപരാധം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാലിൽ വീണിട്ട് മാപ്പ് പറയണം നീ അല്ലെ. അങ്ങനെയാണ് മനസ്സോടെ ദുർവാസ മുനി അവസാനം വേറൊരു രക്ഷയില്ല അല്ലെ. ഇനി എന്താണ്, നാണക്കേടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ സുദർശനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അംബരീഷ് മഹാരാജാവിന്റെ കാലിൽ പോയിട്ട് മാപ്പ് പറയുകയെ രക്ഷയില്ല അല്ലെ. അങ്ങനെ അവസാനം അംബരീഷ് മഹാരാജാവിന്റെ പാദത്തിൽ വന്നിട്ട് മാപ്പ് പറയുകയുണ്ടായി അല്ലെ. അങ്ങനെ അംബരീഷ് മഹാരാജാവ് എന്നാല് അത് അദ്ദേഹത്തിന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിനെല്ലാം ആദരവും ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ കാരണം അങ്ങേക്ക് വിഷമം ഉണ്ടായതിൽ ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു എന്ന് അംബരീഷ് മഹാരാജാവ് പറയുകയുണ്ടായി. അപ്പൊ അംബരീഷ് മഹാരാജാവ് ഭഗവാന്റെ അത്രയും പരിശുദ്ധ ഭക്തനാണല്ലേ. 9 തരത്തിലുള്ള ഭക്തി സേവനങ്ങളും ഒന്നിച്ചു ചെയ്തിട്ടുള്ളതാണ്. ഹരിനി ചിന്താമണിയിലുള്ള ക്ഷമയാചനയെ കുറിച്ച് പറയുന്നു. ഒരു നിമിഷം നീളുന്ന വ്യാമോഹത്തിന്റെയും ഭ്രാന്തിന്റെയും പ്രഭാവത്തിൽ ആരെങ്കിലും ഒരു സാധുവിനെ നിന്ദിച്ചാൽ അവൻ ആ സാധുവിന്റെ കാൽക്കൽ വീണ് കഠിനമായി പശ്ചാത്തപിക്കണം. കരഞ്ഞും പശ്ചാത്തപിച്ചും അവൻ ക്ഷമയാചിക്കണം. ഒരു സാധു വളരെ കരുണയുള്ളവനാണ്. അവന്റെ ഹൃദയം മൃദുവാവുകയും അവനെ നിന്ദിച്ചവനെ ആലിംഗനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവന്റെ അപരാധങ്ങളിൽ നിന്നും അവനെ ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ വൈഷ്ണവരെയും അത്രയും കാരുണ്യവാനാണ് ഭഗവാന്റെ പ്രിയ ഭക്തന്മാര്. അപ്പോഴേ അവര് അപരാധങ്ങൾ ചെയ്തിട്ടാകുമ്പോൾ അവരോട് ക്ഷമയാചിക്കണം എന്ന് പറയുന്നത്, അവരോട് കരഞ്ഞുകൊണ്ട് ക്ഷമയാചിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ അത്രയും കാരുണ്യമുള്ളവരാണ് അല്ലെ. അവര് അതൊക്കെ പൊറുക്കുകയും ആലിംഗനം ചെയ്യും, എല്ലാ അനുഗ്രഹങ്ങളൊക്കെ നൽകുകയും ചെയ്യും. വൈഷ്ണവരെ തിരുത്തൽ പ്രഭാതരിയുടെ പറയുന്നു. പൊതുജനങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പുതുതായ അംഗങ്ങളെ പ്രവേശിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കണം. ഞങ്ങളുടെ ഓരോ അംഗവും ഉടൻ തന്നെ ശരിയായ യോഗ്യത നേടണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാര്യം
നിങ്ങളുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിലൂടെ മാതൃക വെക്കുകയും മറ്റുള്ളവരെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിമർശിക്കുകകൊണ്ടല്ല, സൗഹൃദപരമായ പെരുമാറ്റത്തിലൂടെ, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ, ആ സമൂഹത്തിലുള്ള എല്ലാവരും മോശപ്പെട്ട ആൾക്കാരാണ്, നമ്മൾ മാത്രം നല്ല ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പോകരുത്, അല്ലെ? നമുക്ക് അവരെയും കൂടി മാറ്റിയെടുക്കാം, അല്ലെ? അല്ല അവരെ വിമർശിച്ചിട്ട് അവരെ ഇതിൽ നിന്നൊക്കെ വെറുത്തിട്ട്, ഓ ഹരേ കൃഷ്ണക്കാർ, അവര് വലിയ ആൾക്കാർ, അവര് നമ്മളൊക്കെ കാണും വിമർശിക്കുന്നു, അങ്ങനെയല്ല, അല്ലെ? നമ്മൾ അവരോട് സൗഹൃദത്തിൽ പെരുമാറിയിട്ട് അവരെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. പ്രഭുപാദർ നമുക്ക് കാണിച്ചു തന്നു. അവിടെ അമേരിക്കയിലൊക്കെ പോയിട്ട് യാതൊരു പരിചയമില്ലാത്ത അവിടെ പോയിട്ട് ഹിപ്പികൾ, അല്ലെ? എല്ലാവരാലും വെറുക്കപ്പെട്ട ആ ഹിപ്പികളൊക്കെയാണ് പ്രഭുപാദരി സൗഹൃദത്തിലൂടെ ഭഗവത് പ്രസാദം കൊടുത്ത് അവർക്കൊക്കെ ഭഗവാന്റെ മഹിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, ശ്രീമദ് ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ ഹരിനാമം ജപിപ്പിച്ച് അവരൊക്കെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരാക്കി മാറ്റി എടുക്കുകയുണ്ടായി, അല്ലെ? അല്ലാതെ ആദ്യം തന്നെ പോയിട്ട്, ഓ നിങ്ങളൊക്കെ മദ്യപിക്കുന്നവരാ, മയക്കുമരുന്നായിരിക്കുന്നവരാ, കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്നവരാ, നിങ്ങൾക്കൊന്നും കൃഷ്ണാബോധം ചെയ്യാൻ സാധിക്കില്ല, പോട് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഇത് പറഞ്ഞിട്ട് അങ്ങനെ പ്രഭുപാദർ ആരെയും ആട്ടി അകറ്റിയില്ല, അല്ലെ? അവരൊക്കെ ചേർത്ത് പിടിച്ചു, അല്ലെ? പ്രഭുപാദര് പ്രഭുപാദരെ നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. കഞ്ചാവൊക്കെ അടിച്ചിട്ട്, മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് പാതിരാത്രിയിൽ തോക്കെടുത്തിട്ട് പ്രഭുപാദരെ നേരെ ചൂണ്ടുകയുണ്ടായി ആ റൂമിലുണ്ടായിരുന്ന വ്യക്തി തന്നെ. അപ്പൊ അത്രയും പ്രഭുപാദര് അങ്ങനെയുള്ള അത്രയും അക്രമകാരികളായിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ചേർന്നിട്ട് അവരെയൊക്കെ ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ട് പ്രഭുപാദർ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദർ പിന്നീട് ആ റൂം വിട്ടിട്ട് വേറൊരു റൂമിലേക്ക് പോവുകയുണ്ടായി. അപ്പോ അങ്ങനെ പ്രഭുപാദർ അത്രയും കാരുണ്യവാനല്ല, അത്രയും കാരുണ്യം കാണിച്ചു. നമ്മൾ തന്നെ നോക്കിയാൽ മതി, നമ്മളെ ഏതെങ്കിലും തരത്തിൽ അറിയോ, അല്ലെ? നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ അത്രയും അടുത്ത ബന്ധുക്കളായ തന്നെ നമുക്കത്ര നമ്മളെ അത്ര പരിഗണിക്കുകയോ നമുക്ക് അത്ര ശ്രദ്ധ നൽകുകയോ ഒന്നും ചെയ്യില്ല, അല്ലെ? എന്നാൽ പ്രഭുപാദർ നമ്മുടെ ഒക്കെ കാരുണ്യം കാണിക്കുന്നു, അല്ലെ? നമുക്ക് അങ്ങനെ പ്രഭുപാദരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെ? എന്നാൽ പ്രഭുപാദർ നമ്മളെയൊക്കെ മക്കളായിട്ടും കൊച്ചു മക്കളായിട്ടും കരുതിയിട്ട് നമ്മുടെ ഒക്കെ കാരുണ്യം തരുന്നു, അല്ലെ? അപ്പോൾ നമ്മളെ വൃന്ദാവനത്തിലുള്ള ബാബാജി എന്ന് വിളിക്കും, നമ്മുടെ ഇസ്കോണിലുള്ള ദീനബന്ധു പ്രഭു, അദ്ദേഹമൊക്കെ പറയും, നിങ്ങള് പ്രഭുപാദരില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മുന്നിൽ ഇപ്പൊ പ്രഭുപാദരില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. എന്താണ് പ്രഭുപാദര് നിങ്ങളുടെയൊക്കെ മുത്തശ്ശനാണ്, അല്ലെ? നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മുത്തശ്ശന് വളരെ ഇഷ്ടമായിരിക്കും കൊച്ചുകുട്ടികൾ, അല്ലെ? മക്കളെക്കാൾ. അപ്പൊ അതുപോലെ നമ്മുടെ മുത്തശ്ശനാണ് പ്രഭുപാദർക്ക് നമ്മളൊക്കെ ഇനി അടുത്ത ഇപ്പം അവരുടെയൊക്കെ തലമുറ കഴിഞ്ഞ് പിന്നീട് വരുന്ന തലമുറയിലെ കൊച്ചുമക്കളാണ്, അവരെയൊക്കെ പ്രഭുപാദർക്ക് അത്രയും ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ പ്രഭുപാദര് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് എല്ലാവർക്കും കൃഷ്ണാബോധം നൽകാനായിട്ട് തന്റെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? നമ്മള് ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അപ്പൊ നമ്മള് 6 അധ്യായങ്ങളായിട്ട് എടുത്തു, അല്ലെ? 6 ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തെ അധ്യായത്തില് വൈഷ്ണവ സംസ്കാര പ്രയോഗത്തിന്റെ ഉചിതമായ മനോഭാവത്തെ പറ്റി പഠിച്ചു. വൈഷ്ണവ സംസ്കാരത്തിന്റെ നിർവചനം, വൈഷ്ണവ സംസ്കാര പ്രയോഗത്തിന്റെ അടിസ്ഥാന തത്വം, കാലവും ദേശവും നിയമ ആഗ്രഹ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തേല് പ്രണാമം, ക്ഷേത്രത്തിന്റെ മര്യാദകള്, വൈഷ്ണവ സംസ്കാരം, അതിഥികളെ സ്വീകരിക്കുന്നതിന് ഇതിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ മൂന്നാമതായിട്ട് സ്നാനത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. പിന്നെ ശുചിത്വം, അന്തർബോധം, അടുക്കളയിലെ ശുചിത്വത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ പരിശുദ്ധി നിലനിർത്തല്. നാലാമതായിട്ട് പ്രസാദത്തിനെ കുറിച്ച്, പ്രസാദം ആദരിക്കുന്നതിനൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ, പ്രസാദ മന്ത്രം, നിവേദ്യ മന്ത്രം, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. പ്രഭുപാദരുടെ പ്രസാദ സേവ ഉദ്ധരണികളും സംഭവ ചരിത്രങ്ങളൊക്കെ പഠിക്കേണ്ടായി. ചൈതന്യ ലീലയിൽ നിന്നുള്ള പ്രസാദ സേവയെ കുറിച്ച് പഠിക്കേണ്ടായി. പ്രസാദം വിളമ്പുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ആദ്യം എന്ത് വിളമ്പണം, ആർക്കൊക്കെ ആദ്യം കൊടുക്കണം, ഉയർന്ന വൈഷ്ണവർക്ക് കൊടുക്കണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. പിന്നെ അഞ്ചാമത്തെ അധ്യായമായിട്ട്, അഞ്ചാമത്തെ ഭാഗമായിട്ട് അംഗീകൃതമായ വൈഷ്ണവ വസ്ത്രധാരണ രീതിയെ കുറിച്ച്, അല്ലെ? വൈഷ്ണവ വസ്ത്രധാരണത്തിന്റെ ഗുണങ്ങളെ കുറിച്ച്, വൈഷ്ണവ തിലകത്തിനെ കുറിച്ച്, അല്ലെ? കണ്ടിമാല ധരിക്കുന്നതിനെ കുറിച്ച്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ടായി. നമ്മള് ഇന്നത്തെ വൈഷ്ണവ സമൂഹത്തിലുള്ള മര്യാദകളെ കുറിച്ചിട്ടും പിന്നെ വൈഷ്ണവ അപരാധത്തിന്റെയും ക്ഷമ ആയാചിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി, അല്ലെ? പിന്നെ ഉയർന്ന വൈഷ്ണവരെ നമ്മൾ തിരുത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുകയുണ്ടായി. പ്രഭുപാദർ പറഞ്ഞു, നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ആളുകൾ ആകർഷിക്കപ്പെടുന്നു. എല്ലാ യൂറോപ്യന്മാരും അമേരിക്കക്കാരും അത്തരം നല്ല വൈഷ്ണവ സംസ്കാരം സ്വീകരിച്ചതായി അവർ കാണുന്നു. അവിടെ നിന്ന്
അവർ ആകർഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾക്ക് ശരിയായ ഗുണനിലവാരമില്ലെങ്കിൽ അവർ ഉടനെ പറയുന്നു, അയ്യോ അവർ ഉപയോഗശൂന്യരാണ്, അതിനാൽ അത് തിരുത്തണം. അതേ തത്വം ആപ്പനെ ആചര്യ പ്രഭു, അവർ നല്ല രീതിയിൽ പെരുമാറി മറ്റുള്ളവരെ പഠിപ്പിക്കണം അല്ലെ. നമ്മളപ്പോ വൈഷ്ണവ ആചാരങ്ങളും വൈഷ്ണവ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ സ്വയം ആചരിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ആചരിക്കാതിരിക്കുക അല്ലെ. ഞാൻ നിങ്ങളോടൊക്കെ പറയാ, നിങ്ങൾ തിലകം ധരിക്കണം, കണ്ണിമാല ഇടണം, എന്താണ് ആ പ്രസാദം മാത്രമേ കഴിക്കുമല്ലോ. എന്നിട്ട് ഞാനിതൊന്നും ആചരിക്കുന്നില്ല, എന്താണ് അതുകൊണ്ട് യാതൊരു കാര്യമില്ല അല്ലെ. നമ്മൾ ആചരിച്ചിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ, അവരെയും അതിനായിട്ട് അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നു. എന്നാൽ മാത്രമേ എല്ലാവരും അംഗീകരിക്കുള്ളൂ അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭുപാദിക്ക് ജയ, ധർമ്മരാജിക്ക് ജയം, ഹരേ ഹരേ. ഇവിടെ നല്ല മഴയൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ സ്ലൈഡൊക്കെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അടുത്ത മുതൽ കൂടുതൽ പ്രഭുപാദരെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച അതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാം, പ്രഭുപാദരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് വേഗത്തിൽ എടുത്ത് തീർത്തതാണ്. മഴയും ചെറിയ ഇങ്ങനെ കറണ്ടിനൊക്കെ ചെറിയ കളിയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുദേവജ പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. കോടി വൈഷ്ണവ ജയ, ശ്രീ പ്രഭുപാദ് ജയ.